ഇന്ന് ഞാൻ വെണ്ണ ഉണ്ടാക്കാൻ പോകട്ടോ. വെണ്ണ പാലിങ്ങനെ എന്നും വാങ്ങിക്കും 1 ലിറ്റർ പാൽ. അപ്പോൾ ആ 1 ലിറ്റർ പാലിൽ നിന്ന് ഡെയിലി പാട എടുത്ത് ഫ്രീസറിൽ വയ്ക്കും. പാൽ കാച്ചിയിട്ട് അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ല പാട വരും. ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് പാടയാവും. ആ പാടെല്ലാം സ്റ്റോക്ക് ചെയ്ത് ഇതിപ്പോൾ ഒരു 2-3 ആഴ്ചത്തെ പാടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഇതാണ് എൻ്റെ കപ്പ്, എൻ്റെ പാത്രം. ഇതിലാണ് ഞാൻ പാടെടുത്ത് സ്റ്റോക്ക് ചെയ്യുക. അത് നിറയുമ്പം ഇതുപോലെ അടിച്ച് ഉരുക്കും. ഇനി മിക്സിയിലിട്ട് കുറേശ്ശെ അടിച്ചെടുക്കും. അടിച്ചെടുക്കുമ്പോൾ നല്ല വെണ്ണ കിട്ടും. നല്ല വെണ്ണ കിട്ടിയിട്ട് ഞാനതെന്ത് ചെയ്യുന്നറിയോ, അത് നന്നായി അടുപ്പത്ത് വെച്ച് ചെറിയ ചൂടിൽ ഉരുക്കി നെയ്യാക്കും. എന്നിട്ട് ആ നെയ്യാണ് ഞാൻ എൻ്റെ കൊച്ചുമക്കൾക്ക് കൊടുക്കുന്നത്. ഇതിൽ തണുത്ത വെള്ളം കുറച്ച് വയ്ക്കണേ, എന്നിട്ട് വേണം അടിക്കാൻ. എന്നാൽ പെട്ടെന്ന് നെയ്യ് കൂടി കിട്ടും. അങ്ങനെ ഞാൻ ഈ 1 ലിറ്റർ പാലിൽ നിന്ന് ഞങ്ങൾ പാലും കുടിക്കും, ചായ ഉണ്ടാക്കും, വെണ്ണ ആക്കി വെച്ചിട്ട് നെയ്യ് ഉണ്ടാക്കിയിട്ട് ആ നെയ്യ് കൂട്ടിയിട്ട് ഞാൻ കൊച്ചുമക്കൾക്ക് ഫുഡും കൊടുക്കും. ഓക്കെ, നല്ല എളുപ്പമാണ്, എല്ലാവരും ചെയ്ത് നോക്കണം. ഞാൻ വിശദമായിട്ട് പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം കണ്ടോ, ഞാനിങ്ങനെ വെണ്ണ ആയി കണ്ടോ, മിക്സിയിലിട്ട് അടിച്ചപ്പോൾ വെണ്ണ കിട്ടിയുണ്ടോ, അത്രയും വെണ്ണ കിട്ടി. ഇതിപ്പോൾ ഒരു പകുതിയുടെയാണ്. ഇതിൽ കണ്ടോ എല്ലാതും കിട്ടി. ഇതിങ്ങനെ മോര് വേറെ വെണ്ണ വേറെ, പെട്ടെന്നാവും. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല എളുപ്പമായിട്ടാണ് കണ്ടോ, വെണ്ണ വേറെ. ഈ വെണ്ണ കുറച്ച് വെള്ളത്തിലിട്ട് കഴുകി എടുത്തിട്ട് അങ്ങ് ഉരുക്കും. പെട്ടെന്നാവും, ഒരു പ്രയാസമില്ല. ഇതാ അപ്പം ഞാൻ മൊത്തം കടഞ്ഞെടുത്തു, മിക്സിയിലിട്ട് അടിച്ച് വെണ്ണാക്കി എടുത്തു. കണ്ടോ, ഇത്രയും വെണ്ണ എനിക്ക് കിട്ടി. ഇപ്പോൾ ഇത് 2 കഴുകൽ കഴുകി 3ാമത്തെ വെള്ളത്തിലിട്ടതാണ്. ഇനിയും വീണ്ടും ഒന്നുകൂടെ കഴുകിയിട്ട് ഞാനിത് ഉരുക്കുമ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ഞാനിത് നന്നായി കഴുകി, ഈ വെണ്ണ നന്നായി കഴുകി നല്ല വെള്ളത്തിലും 4 ഇപ്പോൾ 4ാമത്തെ വെള്ളമാണ് കേട്ടോ. ഇത് 3 പ്രാവശ്യം കഴുകി 4ാമത്തെ വെള്ളത്തിൽ. ഇതിപ്പോൾ 4ാമത്തെ വെള്ളം ഉണ്ടോ. ഇതിലിങ്ങനെ നെയ്യ് വെണ്ണ എപ്പോഴും ഇങ്ങനെ വെള്ളത്തിൽ പൊന്തി കിടക്കും, ഒന്നും കലങ്ങൊന്നുമില്ല. ഇങ്ങനെ ഇതൊക്കെ 3ാമത്തെ വെള്ളം ഈ കലക്കുണ്ട്. 4ാം പ്രാവശ്യത്തെ വെള്ളമാണ്. ഇതിലിട്ടൊന്നും കൂടെ കഴുകിയിട്ട്, കഴുകുന്ന എന്താ പറയുക, പാലിൻ്റെ അംശം മോരിൻ്റെ അംശമൊക്കെ നന്നായി പോകണം, എന്നാലേ നെയ്യ് നല്ല ക്ലിയറായിട്ട് കിട്ടുള്ളൂ. ഇതൊക്കെ ഒന്ന് ഇത്തിരിയൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് വൃത്തിയാക്കി എടുത്തിട്ട് ഇനി ഞാനിത് അടുപ്പത്ത് വെച്ച് ഉരുക്കണം. ഞാനിപ്പോൾ സ്റ്റവ് കത്തിച്ചു, അടുപ്പത്ത് വെച്ചു. അതിങ്ങനെ പതയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. തിളച്ച് വരികയാണ്. തിളച്ച് വന്ന് ഈ പതയൊക്കെ വറ്റി നെയ്യായി കിട്ടും. ചെറിയ ചൂടിൽ കണ്ട, ചെറിയ ചൂടിൽ ഇങ്ങനെ വെച്ചാൽ മതി, തിളച്ച് പോവാതിരിക്കാൻ. നല്ല ചൂടിലാവുമ്പോൾ അത് പെട്ടെന്ന് പൊങ്ങി വരും. ചെറിയ ചൂടിൽ വെച്ചിട്ട് മെല്ലെ ഉരുകി നെയ്യായി വരും. നെയ്യായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇപ്പം നെയ്യൊക്കെ ഉരുകി നല്ലോണം ഉരുകി. ഞാനിതിൽ ഒരു കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തിനാണെന്നറിയാം കറിവേപ്പില ഇടുന്നത്? ഇതിൻ്റെ മൂപ്പറിയാനാണ്. നല്ല നെയ്യ്, ഇത്രയും നെയ്യ് കിട്ടി. ആ എണ്ണ ഉരുക്കി നമുക്ക് ഇത്രയും നെയ്യ് കിട്ടിയുണ്ടോ. ഇത് അരിച്ച് തണുത്തതിൻ്റെ ശേഷം, കുറച്ച് ചൂടൊക്കെ പോയതിൻ്റെ ശേഷം അരിച്ച് കുപ്പിയിലാക്കി വയ്ക്കണം. ഉണ്ടോ, ഇനി ഇത് ഈ പതയൊക്കെ വരും കുറച്ച്. ഈ ചൂടിൽ, ചട്ടിയുടെ ചൂടിൽ പതയൊക്കെ കുറച്ച് ചെയ്യുമ്പോൾ നല്ല ഇതിൻ്റെ ഇതിങ്ങനെ ഉരുക്കിയിട്ട് ഇതിൻ്റെ ഈ എന്താ പറയുക കീടുണ്ടല്ലോ, അതൊക്കെ ഇതിലുണ്ട്. അതൊക്കെ അരിച്ചെടുക്കണം. ഞാൻ കറിവേപ്പിൻ്റെ ഇട്ടാണ്. കറിവേപ്പിലൊക്കെ നല്ലോണം മൂത്തു. ഇത് മൂപ്പറിയാനാണ് കറിവേപ്പില ഇടുന്നത്. അപ്പം അങ്ങനെ നെയ്യ് റെഡിയായി.
ഇങ്ങനെ ഞാൻ നെയ്യ് വാങ്ങിക്കാറേ ഇല്ല, അങ്ങനെ ഉണ്ടാക്കലാണ്. 1 ലിറ്റർ പാല് വാങ്ങിക്കും, അതിൻ്റെ പാടെടുത്ത് ഫ്രീസറിൽ. ഇപ്പോൾ നെയ്യ് ഒരു അരക്കുപ്പി നെയ്യ് കണ്ടോ, അതിങ്ങനെ ഇപ്പം തണുത്തപ്പം ഇങ്ങനെ ആയി. കുപ്പിയിലാക്കി, ചൂടാറി കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇത് കഴിയുമ്പോഴേക്കും ഞാൻ അടുത്ത നെയ്യ് തയ്യാറാക്കും. വീട്ടിൽ തന്നെ വീട്ടാവശ്യത്തിനുള്ള നെയ്യുണ്ടാക്കി നമ്മൾ കുട്ടികൾക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന നെയ്യ് തന്നെ കൊടുക്കുക നല്ലത്. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന നെയ്യൊന്നും കൊടുക്കാതിരിക്കുക. ഇങ്ങനെ ഉണ്ടാക്കിയാൽ കുട്ടികൾക്ക് നല്ലതാണ്. കുറേശ്ശല്ലേ കൊടുക്കുള്ളൂ, 2-3 ആഴ്ച കൊടുക്കാനുള്ള നെയ്യുണ്ട്.